അസ്സലാമലൈക്കും, നമസ്കാരം. ഇറ്റ്സ് മീ മുസിന ഷാഫി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലത്തിയൂരുള്ള ഫെമിന ഷമീർ ദമ്പതികളുടെ മനോഹരമായ വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. കൊളോണിയൽ സ്റ്റൈലില് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളൊക്കെ നോക്കുകയാണെങ്കിൽ ഗേറ്റ് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഹൗസ് നെയിമും കൊടുത്തിട്ടുണ്ട്. വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ കോമ്പൗണ്ട് വാളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. മെയിൻ ഗേറ്റ് കൂടാതെ ഒരു സെക്കൻഡ് ഗേറ്റ് കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നാച്ചുറൽ ഗ്രാസ് കൊടുത്തിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സും അതുപോലെ ട്രീസ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയിൽ തന്നെ ഒരു ഗാർഡൻ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ വീടിന്റെ കാർപോച്ച് ചെയ്തിട്ടുള്ളത്. സ്ലോപ്പ് റൂഫ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ നല്ല സൗകര്യത്തിൽ തന്നെ വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ കാർപോച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗേറ്റിന്റെ ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിലും അവിടെ ഒരു കുഞ്ഞു ഏരിയയിലും ഗാർഡൻ ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ. ഇനി ഇവിടെ മുറ്റം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റോണും അതിനിടക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട് വരുന്നത് കൊളോണിയൽ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഹൈലി സ്ലോപ്പ് റൂഫാണ് കേട്ടോ വരുന്നത്. കളറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വീടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിന്റെ മൊത്തത്തിൽ ആ ഒരു പ്ലാസ്റ്ററിംഗ് ആയാലും പെയിന്റിംഗ് ആയാലൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിന്റെ വലത് ഭാഗത്തായിട്ടും ഇതുപോലെ പ്ലാന്റ്സ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടും മുറ്റും ബാക്കി ഭാഗമൊക്കെ കൂടി ചേർന്നിട്ട് ഒരു 25 സെന്റ് വരുന്നുണ്ട് കേട്ടോ. അതിൽ 3300 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് പണിതിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഒക്കെ ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോവല്ലേ. ഇവിടെ അകത്തേക്ക് കയറാനായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 വശത്തായിട്ടും പില്ലർ കൊടുത്തിട്ട് അവിടെ ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ പോലെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലായിട്ട് വുഡിന്റെ സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ അകത്തേക്ക് കയറാനായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ 2 സോഫ സീറ്റർ പോലത്തെ ചെയേഴ്സ് വരുന്നുണ്ട്. കൂടാതെ നടുക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇരിക്കാനായിട്ട് ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയറിന്റെ ബാക്കിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. വുഡിന്റെ നല്ല ഭംഗിയിലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള വിൻഡോ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോർ വന്നിട്ടുള്ളത്. മെയിൻ ഡോറിന്റെ ഡിസൈൻ കണ്ടില്ലെങ്കിൽ അപ്പൊ ഈ ഒരു ഡിസൈനോട് മാച്ച് ആവുന്ന തരത്തിലാണ് കേട്ടോ ആ കണ്ട വിൻഡോയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ശേഷം നമ്മൾ ഈ മറുഭാഗത്തായിട്ട് നോക്കിയാൽ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ വിൻഡോ നോക്കുകയാണെങ്കിലും ഒരു ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വുഡൻ ആണ്.
ഇനി നമ്മൾ സിറ്റ് ഔട്ടിലെ സീലിംഗിൽ നോക്കിയാൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് ജിപ്സം ബോർഡിൽ ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു വുഡിന്റെ ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ അതിന്റെ നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്ത് ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ കണ്ടില്ലേ, അത് നോക്കിയാലോ. വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വന്നിട്ട്. ഇനി ഇവിടുത്തെ ഫർണിച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഷൻ ടൈപ്പിൽ വരുന്ന ഒരു ചെയർ വരുന്നുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു സോഫ സീറ്റർ എൽ ഷേപ്പിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ വരുന്ന ഒരു തരം ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഈ സോഫ സീറ്റർ ഒക്കെ വരുന്നത്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോന്റെ ആ പാനലിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വരുന്ന ഡിസൈനിലാണ് കേട്ടോ. കൂടാതെ ആ വിൻഡോയിലായിട്ട് തന്നെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് പോലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ മറുവശത്തെ വോളിലായിട്ടും വിൻഡോ വരുന്നുണ്ട്. അതിലും റോമൻ ബ്ലൈൻഡ്സിനാണ് കർട്ടൻസ്. അതിന്റെ പാനലിംഗ് നോക്കിയാലും നല്ല ഭംഗിയിൽ ആ ഡോറില്ലേ, നമ്മൾ മെയിൻ ഡോർ കണ്ടില്ലേ, അതിന്റെ ഒക്കെ ആ ഡിസൈനിനോട് മാച്ച് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കിയാലും ഒത്തിരി ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജിപ്സം ബോർഡിൽ വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. മൊത്തത്തിൽ ആ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് തന്നെ വരുമ്പോൾ ഡോറിന്റെ ആ രണ്ട് ഹാൻഡിലിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ നോക്കി നിങ്ങള്. ഈ ഡോർ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ. നമ്മുടെ ആ 4 ഡോറായിട്ട് വരൂലേ, ആ ഒരു രീതിക്കാണ് വരുന്നത്. ഇവിടെ മെയിൻ ഡോറിനും അതുപോലെ തന്നെ ആ ജനലിനൊക്കെ ആയിട്ട് തേക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവിടെ ഒരു ലിവിംഗ് ഏരിയ ആണ്. ഇനി ഇതേ ഈ ലിവിംഗ് ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഫക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടീ ടേബിളൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ലൊരു ഫിനിഷിംഗിലാണ് കേട്ടോ ഈ സോഫയൊക്കെ വരുന്നത്. ഇനി ഇവിടെ നമ്മുടെ സോഫയുടെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു 3 ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഈ ഡിസൈനിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വാൾപേപ്പർ ആണ്. കൂടാതെ ആ വാളിലായിട്ട് ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈനിങ് ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇനി ഈ വശത്ത് വരുന്ന ആ വിൻഡോയിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ സീലിംഗ് ആയാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജിപ്സം ബോർഡിൽ നമ്മൾ പൊതുവെ കാണുന്ന ഡിസൈനിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയനെയും ലിവിംഗ് ഏരിയനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറിലാണ് കേട്ടോ. ഈ വൈറ്റ് പാനലിംഗിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ 3 ഫ്രെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വുഡിന്റെ പാനലിംഗ് കൊടുത്തിട്ട് അതിലിങ്ങനെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ഫാമിലി ലിവിംഗിലായിട്ടും നമ്മൾ ഫോമൽ ലിവിംഗ് ഏരിയയിൽ കണ്ടില്ലേ, ആ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തായിട്ട് ബാക്ക് വാളിലായിട്ട് നോക്കിയാലും നമ്മൾ ലിവിംഗിൽ കണ്ട ആ ഒരു സെയിം വാൾപേപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 പാർട്ടായിട്ട് ഡിസൈൻ കൊടുത്തിട്ട് അതിൽ 3ന്റെ നടുക്കായിട്ടും ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ വാളിലായിട്ട് ഒരു വാൾ ലൈറ്റും ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സോഫ സീറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ കണ്ട ആ പാർട്ടീഷൻ വോളില്ലേ, ആ വോളിലായിട്ടാണ് കേട്ടോ. ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിൽ താഴ്ഭാഗത്തായിട്ട് ഡ്രോയർ വരുന്നുണ്ട്. ഇനി ഇതേ നമ്മുടെ ഈ പാർട്ടീഷൻ വോളിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല ട്രഡീഷണൽ ഐറ്റംസ് ആണ് കേട്ടോ അതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഷോ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് ഓരോന്നും കാണാനായിട്ട്. ഇനി ഇവിടുത്തെ സീലിംഗ് ഉണ്ടല്ലോ എത്ര മനോഹരമായിട്ടാണെന്നറിയോ ചെയ്തിട്ടുള്ളത്. പൊതുവേ നമ്മൾ കാണുന്ന ഡിസൈനിങ്ങിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു സർക്കിൾ ടൈപ്പിലാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ ലൈറ്റ്സ് കൂടെ വന്നപ്പോൾ കിടില ലുക്ക് തന്നെയാണേ.
അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളിവിടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ ബോർഡ് പോലെ വരുന്നുണ്ട്. ആ ബോർഡിലായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് കേട്ടോ കിച്ചണ് വരുന്നത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്നതിന്റെ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്ത് കിച്ചണോട് ചേർന്ന് ഇവിടെ ആയിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ എത്ര ഭംഗിയിലാണെന്നറിയോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ മനോഹരമായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് മരത്തിന്റെ ഒരു ടേബിൾ ആണ് കേട്ടോ വരുന്നത്. അതിന്റെ മുകളിലായിട്ട് തന്നെ വുഡും അതുപോലെ അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ചെയേഴ്സ് നോക്കുകയാണെങ്കിലും ഒരു ട്രഡീഷണൽ രീതിയിൽ ഒരു കുഷൻ ടൈപ്പിലൊക്കെ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടേബിളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വാളിൽ ഒരു ഭാഗത്തായിട്ട് തന്നെ ലൂവേഴ്സ് വെച്ചിട്ട് വുഡൻ ലൂവേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് തന്നെ വലിയൊരു സർക്കിൾ മിറർ ആണ് വരുന്നത്. ആ മിററിന്റെ ബാക്കിലായിട്ട് തന്നെ ബാക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ലൊരു ലുക്കിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി വാഷ് ബേസിന് നോക്കുകയാണെങ്കിൽ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ താഴ്ഭാഗത്തായിട്ട് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ കബോർഡ്സ് കൂടെ ചെയ്തിട്ടുണ്ട്. ഈ വാഷ് ബേസിൻ ഒന്ന് നോക്കിയെങ്കിൽ നമ്മൾ പൊതുവെ കാണുന്ന രീതിയിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോയിലായിട്ട് ഫുള്ളായിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള കേർട്ടൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ അക്വേറിയത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഇത് കണ്ടാ പിന്നെ അവിടെ നോക്കി നിന്ന് നേരം പോണത് അറിയില്ല കേട്ടാ. അക്വേറിയം കണ്ടെന്നാ പോരല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ സീലിംഗ് നോക്കല്ലേ. ഇവിടെ സീലിംഗിലായിട്ട് ഫുൾ ആയിട്ട് ഒരു വുഡൻ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. 2 ഭാഗത്തായിട്ടും ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന 2 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അതിന്റെ ഡോറൊക്കെ ഒന്ന് നോക്കിയേ. അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സൗകര്യത്തിൽ ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് റെസ്റ്റിന്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിൽ കുഷ്യൻ ടൈപ്പ് ആണ് വരുന്നത്. കൂടാതെ കോട്ടിന്റെ 2 സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വാൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നടുക്ക് നല്ല ഭംഗിയിൽ ഒരു ക്ലോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ കാണുന്ന ഡിസൈൻ ഇല്ലേ, ഇത് നേരിട്ട് സീലിംഗിലേക്ക് വരുന്ന ഒരു ഡിസൈൻ ആണേ. നല്ല ഭംഗിയിൽ വരുന്ന ഈ ഡിസൈനിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു തരം വാൾപേപ്പർ ആണ് കേട്ടാ. ഇനി ആ വാളിലായിട്ട് തന്നെ 2 ഡബിൾ ഡോർ വിൻഡോസും കൂടാതെ മറുവശത്തെ വാളിലായിട്ട് ഒരു വലിയ വിൻഡോയും വരുന്നുണ്ട്. അതിലൊക്കെ ഒരു തരം നല്ലൊരു ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാൾഡ്രോബിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ വീണ്ടും ഈ സീലിംഗിൽ തന്നെ വരുമ്പോൾ ഈ കാണുന്ന നടുക്കുള്ള ഡിസൈൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഡിസൈനിങ് കൂടാതെ സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ സീലിംഗിനെ ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇത്തിരി സൗകര്യത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ വെറുതെ പറയുന്നതല്ല, നോക്കി ആ ടൈലിന്റെ ഒക്കെ ഒരു ഭംഗി. ഷോവാൾ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറുവശത്തായിട്ട് ഒരു ഓഫ് വൈറ്റ് ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ട് ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ ഡോർ തുറന്ന് കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഹാളിൽ തന്നെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഒത്തിരി സൗകര്യത്തിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. 2 ഭാഗത്തായിട്ടും നമ്മുടെ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് കോട്ടിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്.
ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടും ഡബിൾ ഡോർ വിൻഡോസ് വരുന്നുണ്ട്. ആ വിൻഡോന്റെ ആ ഒരു ഫ്രെയിമില്ലേ, വുഡൻ ഫ്രെയിം ആ വാളിലൂടെ വരുന്നുണ്ട് കേട്ടോ. വാളൊക്കെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളറിലാണെങ്കിൽ കൂടി ആ ഒരു ഫ്രെയിമും അതുപോലെ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ഇതേ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇവിടാണ് നമ്മുടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ റൂമിൽ കണ്ടപ്പോൾ തന്നെ വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ബാത്റൂം ആയാലും നമ്മുടെ വാർഡ്രോബിലായിട്ട് മിറർ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ചെറിയൊരു ഡ്രോയറും ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൂമിലെ സീലിംഗിൽ നോക്കിയാലും നടുക്ക് സർക്കിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ രണ്ട് വശത്തായിട്ടും ചെറിയ ഡിസൈനിങ് കൊടുത്തിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സും ഒക്കെ ആണ് കേട്ടോ ഹൈലൈറ്റ്. ഇനി ഇതേ ഈ ബാത്റൂം നോക്കിയാലും ഒത്തിരി സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഷോ വാളിലെ ടൈല് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ബ്ലാക്കും ഗ്രേ ഒക്കെ കൂടി ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ടൈലാണ്. മറുവശത്തായിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഒരു നല്ല ഡിസൈനിങ് വരുന്ന ഒരു ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തായിട്ട് തന്നെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷവർ ഏരിയയെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലോറിലായിട്ട് തന്നെ ഒരു പാർട്ടീഷനും കാണാം. ഇനി നമ്മളിതേ ഹോളിൽ തന്നെ വരുമ്പോൾ ആ നേരെ കാണുന്നത് നമ്മുടെ സ്റ്റെയറിന്റെ ഒക്കെ ആ ഒരു ഏരിയ ആണ്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഒരു ഹെഡ് കോട്ട് നോക്കി സിമ്പിൾ ആയിട്ട് വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. രണ്ട് ഭാഗത്തായിട്ടും സൈഡ് ടേബിളും കാണാം. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഡിസൈനിങ് ഒന്നും വരുന്നില്ല. ഒരു വാളിലായിട്ടും ഫ്രെയിമും കാണാം. ഇനി ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വാൾഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് സൈഡായിട്ട് തന്നെ ഒരു സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട 3 റൂമിലും വാൾഡ്രോബിന്റെ കൂടെ ഈ സൈഡ് ടേബിൾ വരുന്നതുകൊണ്ട് തന്നെ സ്റ്റഡി പർപ്പസിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇനി വാൾഡ്രോബിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതിൽ ഫുൾ ആയിട്ട് കേർട്ടൻ കൊടുത്തുകയാണ് കേട്ടോ. ഇവിടെ 3 റൂമും ഏകദേശം സെയിം ഡിസൈനിങ്ങിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഇനി ഈ റൂമിലെ ഒരു സീലിംഗ് വർക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ക്വയറിലായിട്ട് വൈറ്റ് കളറിലെ ജിപ്സം ബോർഡിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ റൂമിലെ ബാത്റൂം നോക്കാം. അപ്പൊ ഇതാ ഈ കാണുന്ന ബാത്റൂമിൽ ഇതാ നല്ല ഭംഗിയിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ നമ്മുടെ വാഷ് ബേസിനും കൂട്ടത്തിൽ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ഒരേ ഷെയ്ഡിൽ വരുന്ന ടൈൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിലായാലും ഷവർ ഏരിയനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലോറിൽ ചെറിയൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇനി നമ്മളിത് ഈ സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഇവിടെ സ്റ്റെയർ കേസിനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ സ്റ്റെയർ കേസ് അവിടെ നിൽക്കട്ടെ. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു സ്റ്റഡി ഏരിയയും അതുപോലെ തന്നെ പ്രെയർ ഹോളും ഈ ഒരു ഭാഗത്താണ് കേട്ടോ വരുന്നത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന ഈ ഏരിയയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ സ്റ്റഡി ഏരിയ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഓപ്പൺ ആയിട്ടും അല്ലാതെയൊക്കെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ടും ഒരു വലിയ വിൻഡോ വരുന്നുണ്ട് കേട്ടാ. അതിലും ഒരു തരം നല്ല ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഇതിനടുത്തായിട്ടാണല്ലോ നമ്മുടെ പ്രെയർ ഹോൾ വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഇതാ അതിന്റെ ഡോറിന്റെ ആ ഒരു ഭാഗത്തുള്ള ഡിസൈൻ നോക്കി നല്ല രസമില്ലേ. അവിടെ ആയിട്ട് ഒരു അറബിക് കാലിഗ്രാഫിയും കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രെയർ ഹോളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് വുളു ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടുന്ന് വെള്ളമൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒത്തിരി ആൾക്കാർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഖുറാനും പ്രെയർ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ വലിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു വശത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു വാൾ ലൈറ്റും കാണാം.
ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കണ്ടേ. അതിനായിട്ട് നമ്മൾ ഇതാ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലെപ്പോത്ര ടൈലാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഡിസൈനിങ് ഒക്കെ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ടൈലാണേ. ഇനി ഇതിന്റെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ വുഡും ടഫൻ ഗ്ലാസും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റെയറിന് ഒരു വെറൈറ്റി ഡിസൈനിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാളിന്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടുന്ന തരത്തിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മൾ ഇവിടെ മുകളിലെത്തിയിട്ട് സീലിംഗിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെയർ ഏരിയന്റെ ഭാഗത്ത് ആ ഒരു സീലിംഗിൽ ഉണ്ടല്ലോ എത്ര ഭംഗിയായിട്ടാണെന്നറിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കാണുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ. ഒരു സർക്കിൾ ടൈപ്പിലാണ് കേട്ടോ ഈ ഡിസൈനിങ് വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഹാങ്ങിങ് ലൈറ്റിന്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ ഒരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല വലിയൊരു ലൈറ്റും ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാലില്ലേ, ഓരോ ഭാഗത്തും സീലിംഗിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ റിപ്പീറ്റഡ് അല്ല കേട്ടോ. വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഓരോ ഭാഗത്തും സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ട് ഒരു അയൺ ടേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി ഈ കാണുന്നത് ഇവിടുത്തെ 2 ബെഡ്റൂം ആണ്. ഇവിടെ മുകളിലായിട്ട് അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഹോളിലായിട്ടും ഈ ഒരു ഭാഗത്ത് ഒരു ഫാമിലി ലിവിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഹോളിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, സ്റ്റെയർ ഏരിയ മുതൽ ഫോയറിലായാലും ഈ ഹോളിനെ എത്ര ഭംഗിയിലാണെന്നറിയോ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോരോ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ ആണ് കേട്ടോ. പക്ഷെ ഓരോ ഡിസൈനും ഒന്നിനൊന്ന് മെച്ചാണേ. ഇനി ഈ ഹോളിൽ ഇതാ ഈ അരിക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഫാമിലി ലിവിംഗ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എൽ ഷേപ്പിൽ നമ്മൾ താഴത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെ നല്ലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാളിലായിട്ട് തന്നെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഈ സോഫ സീറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. അവിടെ TV സെറ്റ് ചെയ്തിട്ടില്ലേ. ഇനി അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ഡബിൾ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ കാണുന്നത് നമ്മുടെ ബാൽക്കണീന്റെ ഡോറാണ് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഹോളിലത്തെ ആ ഒരു സീലിംഗ് ഡിസൈനിൽ തന്നെ വരാണ്. ഈ കുഞ്ഞു കുഞ്ഞു ഡിസൈനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീട്ടിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ഈ സീലിംഗിലെ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എത്ര ആൾക്ക് ഇഷ്ടമായി എന്നറിയാലോ. വീട്ടിൽ മൊത്തത്തിൽ 5 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് 4ാമത്തെ ബെഡ്റൂം ആണ്. ഇവിടുത്തെ 5 ബെഡ്റൂമും ഏകദേശം ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ ഫാമിലി കോട്ട് വരുന്നുണ്ട്. കോട്ടിന്റെ ഹെഡ് കോട്ട് ഒക്കെ നമ്മൾ താഴത്തെ ഒരു ബെഡ്റൂമിൽ കണ്ടപ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് വൈറ്റിലാണ് വരുന്നത്. 2 വശത്തായിട്ടും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഒരു വാളിലായിട്ടും ഒരു കുഞ്ഞു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഇനി ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. അത് നോക്കുകയാണെങ്കിലും വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ തന്നെയാണ് വരുന്നത്. സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാൾഡ്രോബിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ആ സൈഡ് ടേബിൾ വരുന്നത്. ഇനി ഈ ഒരു വാളിലായിട്ട് തന്നെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഫാബ്രിക്കിലുള്ള റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റു റൂമിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. മിററും ഒരു കുഞ്ഞു ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ റൂമിലെ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണെങ്കിൽ കൂടി ആ LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടോ മൊത്തത്തില്. ഇനി നമുക്ക് ഈ റൂമിലെ ബാത്റൂം നോക്കാം. ഈ ബാത്റൂമിലായിട്ട് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈല് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് തന്നെ ഒരു വാഷ് ബേസിനും ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏതൊരു ബാത്റൂമിലായാലും അതുപോലെ തന്നെ ബെഡ്റൂം ഒക്കെ വളരെ അധികം സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ 5ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ കാണുന്നത്. ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഏകദേശം സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. 2 വശത്തായിട്ടും സൈഡ് ടേബിളും കാണാം. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് തന്നെ 2 വശത്തായിട്ട് ഡബിൾ ഡോർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമും കാണാം.
കൂടാതെ ഇത് ഈ വശത്തായിട്ടുള്ള വോളിൽ വലിയൊരു വിൻഡോയും കാണാം. റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ് വരുന്നത്. ഇനി ഇതേ ഈ വാളിലായിട്ടാണ് വാൾറോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ അറ്റാച്ച്ഡ് ആയിട്ട് സൈഡ് ടേബിളും വരുന്ന ഒരു വാൾറോബ് തന്നെയാണ്. ഇനി ഇതാ നമ്മുടെ ഡോറിന്റെ പിറകു വശത്തായിട്ട് തന്നെ ബാത്റൂമും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ ഈ റൂമിലെ സീലിംഗിലെ ഡിസൈൻ വരുന്നത്. ഇനി നമ്മുടെ ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലുക്ക് വരുന്നത്. ഷോവാളിലായിട്ട് നമ്മൾ താഴത്ത് കണ്ടില്ലേ, ആ ഒരു സെയിം ടൈൽ തന്നെയാണ് വരുന്നത്. കൂടാതെ ഈ ഒരു വശത്തായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിനും ഒരു മിററും കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഗ്ലാസ് റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മറുവശത്തായിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ആ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടൈല് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കല്ലേ. വളരെ മനോഹരമായിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി സ്റ്റോറേജിനൊക്കെ പ്രാധാന്യം നൽകി ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഫ്ലോറിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ടൈലില്ലേ, വൈറ്റിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ഭംഗിയിൽ വരുന്ന ടൈലാണ് കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂം നോക്കുകയാണെങ്കിലും ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോർ റൂം ആണ് കേട്ടാ. ശേഷം നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ നീളത്തിൽ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തായിട്ട് ഫുള്ള് കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ റാക്കിലായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ വരുന്നത്. റാക്കിന്റെ ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എൻഡിലായിട്ട് തന്നെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റാക്കിന് താഴ്ഭാഗത്ത് വരുന്ന ഈ കബോർഡ്സ് ഒക്കെ നമ്മുടെ ഈ ടൈലിന് മാച്ച് ആവുന്ന തരത്തിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി റാക്കിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൺ ഒരു പാർട്ട് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു ഗ്യാസ് സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ റാക്ക് കൊടുത്തിട്ട് ഇവിടെ സിങ്കും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുള്ള ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഇവിടെയും ആ സെയിം ഗ്രീൻ ഷെയ്ഡിൽ മൊത്തത്തിൽ ഒരു കബോർഡ്സ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കളർ നല്ല രസല്ലേ. സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ മുകൾ ഭാഗത്തായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ മുകളിലായിട്ട് വരുന്ന ഈ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ വൈറ്റ് ഷെയ്ഡിലും അതുപോലെ തന്നെ മറ്റേ താഴെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലായതുകൊണ്ട് തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ ഇല്ലേ, അത് കിടിലൻ തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞു റാക്കാണ് കേട്ടോ. അതിന്റെ താഴ്ഭാഗത്ത് കബോർഡ്സ് വരുന്നുണ്ട്. നമുക്ക് മിക്സി ഒക്കെ വെക്കാവുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അടുപ്പ് വരുന്നത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് വിറക് വെക്കാവുന്ന തരത്തിൽ സ്പേസും വരുന്നുണ്ട്.
ഈ ഒരു ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോക്ക് മുകളിലായിട്ട് തന്നെ ഒരു ഫാനും അതുപോലെ തന്നെ ഒരു ക്ലോക്കും വരുന്നുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ സീലിംഗിലെ ഡിസൈൻ വരുന്നത്. ഫുൾ ആയിട്ട് ഒരു വുഡൻ തീമിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. നമ്മുടെ ഈ കിച്ചണ് ഒരു വലിയ കിച്ചൺ ആണെങ്കിലും ഇങ്ങനെ പാർട്ടായിട്ട് വരുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പോർഷനിലായിട്ടാണ് കേട്ടോ ഓരോരോ ഭാഗവും ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കൊളോണിയൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഈ വീടിന്റെ പ്ലാൻ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അതിന്റെ സൈസും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. കൂടാതെ നിങ്ങൾക്ക് സൈസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഉറപ്പായിട്ടും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.